ഇന്ന് നാടൻ കൂവ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൂവപ്പൊടിയാക്കുന്നതെന്നും അതിൽ നിന്നൊരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കൂവ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കിയ കൂവ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. നമ്മളിത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്താലാണ് നമുക്കതിൽ നിന്ന് ആ ജ്യൂസും അതിൻ്റെ സ്റ്റാർച്ചൊക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് മിക്സിയിൽ നല്ലതുപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇനി ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം നല്ലോണം ചേർത്ത് ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് അരിച്ചെടുത്ത് ഒരു ഓവർനൈറ്റ് വെള്ളവും കൂവയുടെ മിശ്രിതവും കൂടി സെപ്പറേറ്റായി വരുന്നതിന് വേണ്ടി വെക്കണം. അതിനുശേഷം കിട്ടുന്ന മിശ്രിതം ഒരു 3-4 ദിവസം ഉണക്കിയെടുത്താൽ ഇങ്ങനെ കിട്ടും. എനിക്കിപ്പോൾ ഇത്ര കൂവപ്പൊടിയാണ് അതിൽ നിന്ന് കിട്ടിയത്. ഇനി അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ കൂവയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുറുക്ക് പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ കൂവയുടെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാലോ. കുട്ടികൾക്കാണെങ്കിൽ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് കൂവ. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും സഹായിക്കും. വലിയവർക്കും ഇത് കഴിക്കാവുന്നതാണ്. മുതിർന്നവരിലാണെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി എന്നിവയെ കുറയ്ക്കുന്നതിന് കൂവ വളരെയധികം സഹായിക്കും. ഇവിടെ കൂവ കൂർക്കാക്കി കൊടുത്താലൊന്നും ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാനൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. കൂവ നല്ലതുപോലെ കൂർക്കായി വന്നതിന് ശേഷം അത് ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 കപ്പ് പാലും ചേർക്കുക. ഒരു പായസത്തിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്തത്. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡാക്കി എടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചവ്വരിയും കസ്കസും കൂടി വേവിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചവ്വരി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഡ്രിങ്കായി കിട്ടും. ഇനി ഇത് തണുപ്പിച്ചോ തണുപ്പിക്കാണ്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇവിടെ ഞാനത് തണുപ്പിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു എനർജി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കസ്കസൊക്കെ ചേർത്തുകൊണ്ട് അവരുടെ ദാഹത്തെയൊക്കെ ശമിപ്പിക്കാനായിട്ട് ഇതുകൊണ്ട് സഹായിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കൂവപ്പൊടി കൊണ്ടുള്ള ഡ്രിങ്കും കൂവപ്പൊടി ഉണ്ടാക്കിയതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.